ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് പഠിക്കാം. സന്ധി, മലയാളത്തിലെ സന്ധി. നമുക്കാദ്യം എന്താണ് സന്ധി എന്ന് നോക്കാം. സന്ധി എന്നാൽ ചേർച്ച എന്നർത്ഥം. വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോഴുണ്ടാകുന്ന മാറ്റമാണ് സന്ധിയുടെ അടിസ്ഥാനം. ഉച്ചാരണ സൗകര്യമാണ് പ്രധാനം. ഉദാഹരണം: കേട്ട് പ്ലസ് അറിഞ്ഞു, കേട്ടറിഞ്ഞു. വാഴ പ്ലസ് ഇല, വാഴയില. കണ്ടു പ്ലസ് ഇല്ല, കണ്ടില്ല. നെൽ പ്ലസ് മണി, നെന്മണി. കാറ്റ് പ്ലസ് അടിച്ചു, കാറ്റടിച്ചു. ആഗമസന്ധി, ആദേശസന്ധി, ലോപസന്ധി, ദ്വിത്വസന്ധി എന്നിങ്ങനെ സന്ധികൾ പ്രധാനമായും 4 വിധമുണ്ട്. ഒന്നാമതായി ആഗമസന്ധി. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം വന്നു ചേരുന്നതിന് ആഗമസന്ധി എന്ന് പറയുന്നു. പിരിച്ചെഴുതുമ്പോൾ പ്ലസിനു ശേഷം സ്വരാക്ഷരം വരികയും ചേർത്തെഴുതുമ്പോൾ ആ സ്വരത്തിന്റെ സ്ഥാനത്ത് യാ എന്നോ വാ എന്നോ വരികയും ചെയ്താൽ ആഗമസന്ധി. ഉദാഹരണം: തിരു പ്ലസ് ഓണം, തിരുവോണം. ഇവിടെ വാ വ് ആഗമിച്ചു. അണി പ്ലസ് അറ, അണിയറ. ഇവിടെ യ് ആഗമിച്ചു. തല പ്ലസ് ഓട്, തലയോട്. ഇവിടെയും യ് ആഗമിച്ചു. തിരു പ്ലസ് ആതിര, തിരുവാതിര. വ് ആഗമിച്ചു. ആ പ്ലസ് അൻ, അവൻ. വ് ആഗമിച്ചു. രണ്ടാമതായി ആദേശസന്ധി. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം പോയി പകരം മറ്റൊന്ന് വരുന്നതാണ് ആദേശസന്ധി. പിരിച്ചെഴുതുമ്പോൾ പ്ലസിന് മുമ്പ് ചന്ദ്രക്കലയിട്ട വ്യഞ്ജനമോ ചില്ലക്ഷരമോ അനുസ്വാരമോ വരികയും ചേർത്തെഴുതുമ്പോൾ അവ വരാതിരിക്കുകയും മറ്റൊരു വർണ്ണം വരികയും ചെയ്യുന്നതാണ് ആദേശസന്ധി. ഉദാഹരണം: വിൺ പ്ലസ് തലം, വിണ്ടലം. കൽ പ്ലസ് മതിൽ, കൺമതിൽ. നിൻ പ്ലസ് കൾ, നിങ്ങൾ. വെളു പ്ലസ് മ, വെണ്മ. കൺ പ്ലസ് നീര്, കണ്ണീര്. കേൾ പ്ലസ് തു, കേട്ടു. മരം പ്ലസ് ഇൽ, മരത്തിൽ. വേൽ പ്ലസ് തു, വേട്ടു. മൂന്നാമതായി ലോപസന്ധി. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ അതിലൊരെണ്ണം ഇല്ലാതാവുന്നതാണ് ലോപസന്ധി. പിരിച്ചെഴുതുമ്പോൾ എല്ലാ അക്ഷരങ്ങളും എണ്ണി നോക്കണം. തുടർന്ന് ചേർത്തെഴുതുമ്പോൾ പിരിച്ചെഴുതിയപ്പോൾ ഉണ്ടായിരുന്ന അക്ഷരങ്ങളുടെ എണ്ണത്തിൽ നിന്ന് 1 കുറവായിരിക്കും, എന്നാൽ അത് ലോപം. ഉദാഹരണം: തണുപ്പ് പ്ലസ് ഉണ്ട്, തണുപ്പുണ്ട്. അവിടെ ത, ന, ഇപ്പ, ഉ, ഇണ്ട 5 അക്ഷരം ഇല്ലേ? പക്ഷെ കൂട്ടി എഴുതിയപ്പം ത, ന, ഇപ്പ, ഇണ്ട 4 അക്ഷരമേ ഉള്ളൂ. അതാണ് ലോപസന്ധി. മറ്റുദാഹരണങ്ങൾ നോക്കാം. ഒരു പ്ലസ് അടി, ഒരടി. തെല്ല് പ്ലസ് ഇട, തെല്ലിട. ഒരു പ്ലസ് ഇല, ഒരില. അല്ല പ്ലസ് എന്ന്, അല്ലെന്ന്. അറിക പ്ലസ് എടോ, അറികടോ. നാലാമതായി ദ്വിത്വസന്ധി. 2 വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ഇരട്ടിക്കുന്നത് ദ്വിത്വസന്ധി. പൂർവപദം വിശേഷണവും ഉത്തരപദം വിശേഷ്യവുമായി വരുമ്പോൾ പരപദത്തിന്റെ ആദിയിലെ വർണ്ണം ദൃഢമാണെങ്കിൽ ഇരട്ടിക്കും, ശിഥിലമാണെങ്കിൽ ഇരട്ടിക്കില്ല. ഉദാഹരണം: തല പ്ലസ് കെട്ട്, തലക്കെട്ട്. പൂ പ്ലസ് ചട്ടി, പൂച്ചട്ടി. കവിൾ പ്ലസ് തടം, കവിൾത്തടം. പണി പ്ലസ് പുര, പണിപ്പുര. ആന പ്ലസ് ഭ്രാന്ത്, ആനഭ്രാന്ത്. പാതി പ്ലസ് ഫലം, പാതിഫലം.